കെ.പി.സി.സി നേതൃയോഗം 11 മണിക്ക് തുടങ്ങും. ഇന്ദിരാഭവനിൽ ചേരുന്ന യോഗത്തിൽ കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും നിർവാഹക സമിതി അംഗങ്ങൾക്കും പുറമെ ഡി.സി.സി നേതൃത്വവും പങ്കെടുക്കും. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയും തർക്കങ്ങളും ചർച്ചയാകും. ഇതോടൊപ്പം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതും ചർച്ചയാകും. അവിടെ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ്? തൃശൂർ കോൺഗ്രസിനകത്ത് വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു പരിഹാര നിർദ്ദേശമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു തീരുമാനം ഇന്നേക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പ്രധാനമായും കെ.പി.സി.സിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സുപ്രധാന യോഗങ്ങളാണ് ചേരുന്നത്. അത് തിരഞ്ഞെടുപ്പ് ഫലവും അതുമായി ബന്ധപ്പെട്ട അവലോകനവും വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗങ്ങൾ. ആദ്യം കെ.പി.സി.സി നേതൃയോഗം ചേരും. രാവിലെ 11 മണിയോടുകൂടി കെ.പി.സി.സി നേതൃയോഗം ചേരും. അതിനുശേഷം വൈകിട്ട് UDF ഏകോപന സമിതി യോഗവും ചേരുന്നുണ്ട്. ഈ രണ്ട് യോഗത്തിലും തെരഞ്ഞെടുപ്പ് വിശകലനമായിരിക്കും പ്രധാനമായും ചർച്ചയ്ക്കെത്തുക. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂരിൽ കോൺഗ്രസിന്റെ പരാജയം, കെ മുരളീധരന്റെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി, വലിയ രീതിയിൽ വലിയ പരാജയം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളിലെ പോരായ്മ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. കെ മുരളീധരൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതൃപ്തിയൊക്കെ പ്രകടമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വലിയൊരു വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല ഇടങ്ങളിലും അവരുടെ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ചോർച്ചയുണ്ടായി എന്ന കാര്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായും തിരുവനന്തപുരം, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ വിജയിച്ച ആലത്തൂർ മണ്ഡലത്തിലെ പരാജയമടക്കം കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ MP-മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും എവിടെയൊക്കെയാണ് ഈ വോട്ടുകളിൽ ചോർച്ചയുണ്ടായത്, വീഴ്ചയുണ്ടായത് എന്ന കാര്യം MP-മാർ തന്നെ വിമർശനമായി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ ഇക്കാര്യങ്ങളിലെല്ലാം അതൃപ്തി പ്രകടമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റൊരു കാര്യം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അത്തരം കാര്യങ്ങളിലുള്ള ചർച്ചകൾ നടക്കും. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് ഒരു പ്രാഥമികമായ ചർച്ചകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും ചർച്ചയ്ക്ക് വരിക. പ്രധാനമായും ഈ വലിയ വിജയം നേരിടുമ്പോഴും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച അത് കോൺഗ്രസ് ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം പോരായ്മകൾ ഉള്ളത് നികത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാകുക. കെ.പി.സി.സി നേതൃയോഗം അല്പസമയത്തിനകം തുടങ്ങും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.